ഗാസയുടെ തുറുങ്കിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളെ, വനിതാ പുരുഷന്മാരെ, കഴിഞ്ഞ വർഷം ഞാൻ ഈ വേദിയിൽ നിന്ന് ഈ ഭൂപടം കാണിച്ചു തന്നിരുന്നു. ഇറാന്റെ ഭീകരതയുടെ അച്ചുതണ്ടിന്റെ ശാപം കാണിക്കുന്ന ഭൂപടമാണിത്. ഈ അച്ചുതണ്ട് ലോകത്തിന്റെ സമാധാനത്തെയും നമ്മുടെ മേഖലയുടെ സ്ഥിരതയെയും എൻ്റെ രാജ്യമായ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെയും ഭീഷണിപ്പെടുത്തി. ഇറാൻ അതിവേഗം ഒരു വലിയ ആണവായുധ പദ്ധതിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും വികസിപ്പിക്കുകയായിരുന്നു. ഇത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അമേരിക്കയെ ഭീഷണിപ്പെടുത്താനും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും വേണ്ടിയായിരുന്നു. ഗാസയിൽ നിന്ന് ഹമാസ് ഭീകരരെ അയച്ചുകൊണ്ട് അവർ ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. അവർണ്ണനീയമായ ക്രൂരതകൾ അവർ ചെയ്തു. ലെബനാനിൽ നിന്ന് ഹിസ്ബുള്ള ഞങ്ങളുടെ നഗരങ്ങളിലേക്ക് ആയിരക്കണക്കിന് മിസൈലുകളാണ് വർഷിച്ചത്. ഞങ്ങളുടെ പൗരന്മാരെ ഭീകരരാക്കി തീർത്തു. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഹൂതികൾക്ക് മേൽ പ്രഹരങ്ങൾ നടത്തി. ഹമാസിന്റെ ഭീകര യന്ത്രങ്ങളെ തകർത്തെറിഞ്ഞു. ഞങ്ങൾ ഹൂതികൾക്ക് മേൽ പ്രഹരം നടത്തി. ഹമാസിന്റെ ഭീകര യന്ത്രങ്ങളെ തകർത്തു കളഞ്ഞു. അതിൻ്റെ ഭൂരിഭാഗം നേതാക്കളെയും ആയുധ ശേഖരങ്ങളെയും ഞങ്ങൾ തളർത്തി തകർത്ത് തരിപ്പണമാക്കി. നിങ്ങൾ ആ ബീപ്പറുകൾ ഓർക്കുന്നുണ്ടാകും, പേജറുകൾ. ഞങ്ങൾ ഹിസ്ബുള്ളയെ പേ ചെയ്തു. എന്നെ വിശ്വസിക്കൂ, അവർക്ക് സന്ദേശം ലഭിച്ചു. ആയിരക്കണക്കിന് ഭീകരർ നിലം പതിച്ചു. സിറിയയിലെ അസദിൻ്റെ ആയുധങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു. ഇറാഖിലെ ഇറാന്റെ ഷിയ മിലിഷ്യകളെ ഞങ്ങൾ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി, കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഞങ്ങൾ ഇറാന്റെ ആണവായുധ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെ തകർത്തെറിഞ്ഞു. അതുകൊണ്ടിതാ ഇന്നത്തെ അവസ്ഥ. ഗാസയിലെ പകുതി നേതാക്കൾ പോയി. ലെബനാനിലെ, അതായത് ഹിസ്ബുള്ള നേതാക്കൾ, അവരും പോയി. സിറിയയിലെ അസദ് ഭരണകൂടം പോയി. ആ മിഷനുകൾ, ഇറാഖിലെ ആ മിലിഷ്യകൾ, അവരിപ്പോഴും ഭയന്ന് നിൽക്കുകയാണ്. അവർ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവരുടെ നേതാക്കളും ഇല്ലാതാകും. ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാരും അവരുടെ ഉന്നത ആണവ ബോംബ് ശാസ്ത്രജ്ഞനും, അതെ, അവരും പോയി. ഞങ്ങൾ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പുനർനാമകരണം ചെയ്ത ഇസ്രായേലിൻ്റെ 12 ദിവസത്തെ ഇറാനെതിരായ യുദ്ധം സൈനിക ചരിത്രത്തിലെ താളുകളിൽ ഇടം നേടും എന്നതിൽ തർക്കമില്ല. ഞങ്ങളുടെ ധീരരായ പൈലറ്റുമാർ ഇറാന്റെ മിസൈൽ പ്രതിരോധങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞു. ടെഹ്റാനുമേലുള്ള ആകാശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഇസ്രായേലി യുദ്ധവിമാനങ്ങളും അമേരിക്കൻ B-2 പൈലറ്റുമാരും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ഇറാനെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് തടയുമെന്ന് ഞാനും പ്രസിഡന്റ് ട്രംപും വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റിയിരിക്കുന്നു. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ആ ഇരുണ്ട മേഘത്തെയും ലോകത്തിന് തന്നെ ഭീഷണിയായ അവരുടെ എല്ലാ തന്ത്രങ്ങളെയും ഞങ്ങൾ നീക്കം ചെയ്തു. പക്ഷേ വനിതകളെ, പുരുഷന്മാരെ, നമ്മൾ ഇനിയും ജാഗ്രത പാലിക്കണം. ഇറാനെ അതിൻ്റെ സൈനിക ആണവശേഷി പുനർനിർമ്മിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ശേഖരം നശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നാളെ UN രക്ഷാസമിതിയുടെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇസ്രായേൽ അതിൻ്റെ ഇരുണ്ട ദിനത്തിൽ നിന്ന് കരകയറി ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സൈനിക തിരിച്ചുവരവുകളിലൊന്ന് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല. ഹമാസിന്റെ അവസാന അവശിഷ്ടങ്ങൾ ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഒളിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 7 ക്രൂരതകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ ദൗത്യം പൂർത്തിയാക്കണം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യാനും ആഗ്രഹിക്കുന്നത്. വനിതാ പുരുഷന്മാരെ, ലോകത്തിലെ ഭൂരിഭാഗം പേരും ഒക്ടോബർ 7 മറന്നിരിക്കാം. പക്ഷേ ഞങ്ങൾ ഓർക്കുന്നു. ഇസ്രായേൽ ഓർക്കുന്നു. നിങ്ങൾക്കും ഒക്ടോബർ 7 ഓർക്കാം. ഈ വലിയ പിൻ കണ്ടോ? ഇത് ഒരു QR കോഡാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോൺ പിടിച്ച് സൂം ചെയ്താൽ ഞങ്ങൾ എന്തിനാണ് പോരാടുന്നതെന്നും എന്തിനാണ് വിജയിക്കേണ്ടതെന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ഇതിലുണ്ട്. ഒക്ടോബർ 7 ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർക്കെതിരെ നടന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. അവർ 1200 നിരപരാധികളെ കശാപ്പ് ചെയ്തു. കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെ ജീവനോടെ ചുട്ടുകൊന്നു. എന്തൊരു രാക്ഷസന്മാർ! ഈ രാക്ഷസന്മാർ 250-ലധികം പേരെ ബന്ദികളാക്കി. ഇതിൽ ഹോളോകോസ്റ്റ് അതിജീവിച്ചവരും മുത്തശ്ശിമാരും പേരക്കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ 207 പേരെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. 48 പേർ ഇപ്പോഴും ഗാസയുടെ തുറങ്കുകളിലാണ്. 20 പേർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പട്ടിണിയിലാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്, മനുഷ്യത്വമില്ലാതെ ഏകാന്തതയിൽ കഴിയുകയാണ്. വനിതകളെ, പുരുഷന്മാരെ, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വേദിയിൽ നിന്ന് ആ ബന്ദികളോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സന്ദേശം ഞങ്ങളുടെ പ്രിയപ്പെട്ട ബന്ദികൾ കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആദ്യം ഹീബ്രുവിലും പിന്നെ ഇംഗ്ലീഷിലും പറയാം. ഞങ്ങളുടെ ധീരരായ വീരന്മാരെ, ഞാൻ പ്രധാനമന്ത്രി നെതന്യാഹു, ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നിങ്ങളോട് തത്സമയം ഞാൻ സംസാരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല. ഇസ്രായേൽ ജനത നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെല്ലാവരെയും വീട്ടിലെത്തിക്കുന്നത് വരെ ഞങ്ങൾ തളരുകയോ വിശ്രമിക്കുകയോ ചെയ്യില്ല. എൻ്റെ വാക്കുകൾ ഗാസയിലെ പൗരന്മാരുടെ ഫോണുകളിലേക്ക് തത്സമയം സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. അതിനാൽ ശേഷിക്കുന്ന ഹമാസ് നേതാക്കളോടും ഞങ്ങളുടെ ബന്ദികളുടെ കാവൽക്കാരോടും ഞാൻ ഇപ്പോൾ പറയുന്നു, നിങ്ങളുടെ ആയുധങ്ങൾ താഴെ വയ്ക്കുക. എൻ്റെ ജനങ്ങളെ പോകാൻ അനുവദിക്കുക. ബന്ദികളെ മോചിപ്പിക്കുക. അവരെല്ലാം ഇപ്പോൾ സ്വതന്ത്രരാക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിക്കും. ഇല്ലെങ്കിൽ ഇസ്രായേൽ നിങ്ങളെ വേട്ടയാടും. പലസ്തീൻ രാഷ്ട്രം ഒരു ഭീകര രാഷ്ട്രമാണ്. വനിതകളെ, പുരുഷന്മാരെ, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് എനിക്കൊരു സന്ദേശമുണ്ട്. ഈ ആഴ്ച ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കൾ നിരുപാധികം ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയുണ്ടായി. ഒക്ടോബർ 7 ഭീകരതകൾക്ക് ശേഷമാണ് അവർ ഇത് ചെയ്തത് എന്നോർക്കണം. പലസ്തീൻ ജനസംഖ്യയുടെ 90% പേരും ഒക്ടോബർ 7 ആക്രമണത്തെ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. നിങ്ങൾ പലസ്തീനികൾക്ക് എന്ത് സന്ദേശമാണ് നൽകിയതെന്ന് അറിയാമോ? വളരെ വ്യക്തമായൊരു സന്ദേശം. ജൂതന്മാരെ കൊലപ്പെടുത്തുന്നത് വളരെ ലാഭകരമാണെന്ന സന്ദേശം. ഞാൻ ഈ നേതാക്കളോട് പറയുന്നു, ഭൂമിയിലെ ഏറ്റവും ക്രൂരരായ ഭീകരർ നിങ്ങളുടെ തീരുമാനത്തെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ ശരിയായ കാര്യമല്ല ചെയ്തത്. നിങ്ങൾ തെറ്റാണ് ചെയ്തത്, ഭയങ്കരമായ തെറ്റ്. നിങ്ങളുടെ ലജ്ജാകരമായ തീരുമാനം ലോകമെമ്പാടുമുള്ള ജൂതന്മാർക്കും നിരപരാധികൾക്കുമെതിരെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കർത്തവ്യമാണ്. 2 രാഷ്ട്ര പരിഹാരത്തിൽ പലസ്തീനികൾ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇസ്രായേലിന് അടുത്തല്ല, ഇസ്രായേലിന് പകരം ഒരു പലസ്തീൻ രാഷ്ട്രമാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ പതിറ്റാണ്ടുകളായി ഈ പരിഹാരം നിരസിച്ചത്. ഒക്ടോബർ 7 ശേഷം ജെറുസലേമിൽ നിന്ന് 1 മൈൽ അകലെ പലസ്തീനികൾക്ക് ഒരു രാജ്യം നൽകുന്നത് സെപ്റ്റംബർ 11 ശേഷം ന്യൂയോർക്ക് സിറ്റിക്ക് 1 മൈൽ അകലെ അൽ ഖ്വയ്ദയ്ക്ക് ഒരു രാജ്യം നൽകുന്നത് പോലെയാണ്. ഇത് തികഞ്ഞ ഭ്രാന്താണ്. ഞങ്ങളിത് ചെയ്യില്ല. ഞാൻ ആ പാശ്ചാത്യ നേതാക്കളോട് പറയട്ടെ, ഒരു ഭീകര രാഷ്ട്രത്തെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇസ്രായേൽ നിങ്ങളെ അനുവദിക്കില്ല. ഒരു ശത്രുതാപരമായ മാധ്യമങ്ങളെയും ഞങ്ങളുടെ രക്തം ആവശ്യപ്പെടുന്ന ജൂതവിരുദ്ധ ജനക്കൂട്ടത്തെയും നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദേശീയ ആത്മഹത്യയും ചെയ്യില്ല. സമാധാനത്തിൻ്റെ സാധ്യതകൾ, ഇറാന്റെ ഭീകരതയുടെ അച്ചുതണ്ടിനുമേലുള്ള ഇസ്രായേലിൻ്റെ വിജയങ്ങൾ, 2 വർഷം മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്ത
സമാധാന സാധ്യതകൾ തുറന്നു തന്നിരിക്കുന്നു. സിറിയയുമായി ഞങ്ങൾ ഗൗരവമായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ലെബനീസ് സർക്കാരിനോട് നേരിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്നതിൽ ലെബനാൻ ആത്മാർത്ഥമായ നടപടി സ്വീകരിച്ചാൽ സമാധാനം ഇപ്പോഴും സാധ്യമാണ്. ഹമാസിന് മേലുള്ള ഞങ്ങളുടെ വിജയം അറബ്, മുസ്ലിം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി സമാധാനം സാധ്യമാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ വിജയം എബ്രഹാം ഉടമ്പടികളുടെ നാടകീയമായ വിപുലീകരണത്തിലേക്ക് നയിക്കും. ഞങ്ങളുടെ ഈ ശക്തിയും നിശ്ചയദാർഢ്യവും വേഗത്തിലുള്ള വിജയത്തിലേക്കും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ശോഭനമായ ഭാവിയിലേക്കും നമ്മെ നയിക്കും. വളരെ വളരെ നന്ദി.